തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില വഷളായെന്ന അഭ്യൂഹം. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജയലളിതയെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഡോക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് വാർത്തകൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് അപ്പോളോ, റോയപ്പേട്ട ആശുപത്രികൾക്ക് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടെ വൈകിട്ടോടെ തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവു ജയലളിതയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ജയലളിതയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഗവർണർ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി പനീർശെൽവം, തോഴി ശശികല എന്നിവർ അപ്പോളോ ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കൊരുങ്ങുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. IS അനുകൂല ചില ഭീകര സംഘടനകളുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. IS അനുകൂല ഭീകര സംഘടനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് സംഘം ലക്ഷ്യം വച്ചേക്കുന്നതെന്നും IB മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യതലസ്ഥാനം ആക്രമിക്കാനും ലക്ഷ്യമിടുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ തന്നെ തന്ത്രപ്രധാന മേഖലകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, ചരിത്രപ്രധാന സ്ഥലങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കാൻ IB നിർദ്ദേശിച്ചു. നേരത്തെ ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ ആഹ്വാനം നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദില്ലിയടക്കം രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ദില്ലി വിമാനത്താവളത്തിനു സമീപം 20-അംഗ NSG സംഘം ഏതു സമയവും പുറപ്പെടാൻ സജ്ജരാണ്. നിർദ്ദേശം ലഭിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷന് തയ്യാറാവണമെന്നാണ് വ്യോമസേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭ. ഈ ആവശ്യം തള്ളിയ ഇന്ത്യ പോരാട്ടം പാകിസ്ഥാനെതിരെയല്ല ഭീകരകേന്ദ്രങ്ങൾക്കെതിരെയാണെന്ന് UN ബോധിപ്പിച്ചു. എന്നാൽ അഖ്നൂരിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ഇന്നും വെടിയുതിർത്തു. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ US-ഉം രംഗത്തെത്തി. ഇന്ത്യ അതിർത്തിയിൽ നിന്ന് രാജ്യത്തിനകത്ത് ആക്രമണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയെ പാകിസ്ഥാൻ സമീപിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് UN തയ്യാറാണെന്നും സെക്രട്ടറി ബാൻ കി മൂണും അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് പോയേക്കുമോ എന്ന അന്താരാഷ്ട്ര ആശങ്കയ്ക്കിടയിലാണ് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടാൽ ഇടപെടാമെന്ന് UN വ്യക്തമാക്കിയത്. കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ സമാധാനം സൃഷ്ടിക്കാൻ ചർച്ച ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. എന്നാൽ UN മധ്യസ്ഥത നിലപാട് ഇന്ത്യ അംഗീകരിച്ചില്ല. ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനെതിരെയല്ല, പകരം ഭീകരകേന്ദ്രങ്ങൾക്കെതിരെയാണെന്ന് ഐക്യരാഷ്ട്രസഭ മുമ്പാകെ ഇന്ത്യ ബോധിപ്പിച്ചു. അതിനാൽ പാക് പരാതി ദക്ഷിണേഷ്യയിൽ ഒറ്റപ്പെട്ടതിന്റെ പ്രതിഫലനമാണെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്നും അഖ്നൂരിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി. അതീവ ജാഗ്രതയുടെ ഭാഗമായി ഗുജറാത്ത് മുതൽ കാശ്മീർ വരെയുള്ള അതിർത്തിയിൽ കർശന സുരക്ഷയിലാണ്. കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ വെല്ലുവിളി ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. സാർക്ക് ഉച്ചകോടിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പിന്നാലെ മാലിദ്വീപും പിന്മാറി. ഇതോടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറി ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാക് അധീന കാശ്മീരിൽ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങൾ തേടി പലായനം തുടങ്ങി. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടതോടെയാണ് ഇത്തരത്തിലൊരു നീക്കം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അന്തർദേശീയ തലത്തിൽ മൂർധന്യമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാരാമിലിറ്ററി ട്രൂപ്പിന് നേരെ പാക് സേനയുടെ ഭാഗത്തു നിന്ന് വെടിവെയ്പുണ്ടായ സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവയോട് അതീവ ജാഗ്രത തുടരാനും അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് വേഗത്തിലാക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. പഞ്ചാബിലെ 1000-ഓളം അതിർത്തി ഗ്രാമങ്ങളിലെ ഒഴിപ്പിക്കൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഗുരുദാസ്പൂരിലെ ചില ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒഴിപ്പിക്കലിനോട് തീരെ സഹകരിക്കുന്നുമില്ല. വിളവെടുപ്പ് കാലമായതിനാൽ കൃഷിയിടം വിട്ടുപോകാനാവില്ലെന്ന നിലപാടിലാണിവർ. അതേസമയം അതിർത്തി ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ വിളവെടുപ്പ് ഏറ്റെടുക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഗുജറാത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനവും വിലക്കി. കടലിലെ രാജ്യാന്തര അതിർത്തി കടക്കരുതെന്നാണ് തീരസംരക്ഷണ സേനയുടെ മുന്നറിയിപ്പ്. അതേസമയം പ്രദേശവാസികളുടെ പ്രധാനമായിട്ടുള്ള ഭീതി യുദ്ധസന്നാഹത്തിന്റെ മുന്നറിയിപ്പായി പട്ടാള വാഹനങ്ങളും ആയുധം പേരുള്ള കവചിത വാഹനങ്ങളും പട്ടാളക്കാരാലും നിറയപ്പെടുന്ന അതിർത്തിയിലെ ഗ്രാമ റോഡുകളിൽ നിന്നും സുഗമമായ പലായനത്തിന് ഏറെ ബുദ്ധിമുട്ടാണ്. നിലവിലെ സാഹചര്യം സമാനമെങ്കിലും ഏതു നിമിഷവും ഇരുഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും ജീവൻ രക്ഷിക്കണമെങ്കിൽ പലായനമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇന്ത്യൻ അതിർത്തിയിലെ ഗ്രാമവാസികൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കിയാണ് സേന ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്.
UDF സർക്കാരിന്റെ ഭരണകാലത്തെ റേഷൻ മണ്ണെണ്ണ തിരിമറി. സംസ്ഥാനത്തിനുള്ള റേഷൻ മണ്ണെണ്ണ വിഹിതം കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചു. പ്രതിമാസം ഇനി സംസ്ഥാനത്തെ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക 350 മില്ലി ലിറ്റർ മണ്ണെണ്ണ മാത്രമായിരിക്കും. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഗവർണർ പി സദാശിവം അഭ്യർത്ഥിച്ചു. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടവരാണ് അഭിഭാഷകർ. കോടതിക്കുള്ളിലെ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു വിഭാഗങ്ങളുടെയും സേവനം സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിക്ക് പിന്തുണ നൽകുന്നത് മുംബൈ കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് മാഫിയ സംഘമാണെന്ന് ഗോവിന്ദചാമിയുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ വെളിപ്പെടുത്തൽ. സംഘത്തിന്റെ പല കേസുകളും താനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ആളൂർ. എന്നാൽ സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കെ കേസ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം അഭിഭാഷകർ നടത്തുന്നത് എന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു.